ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന അടിപൊളിയായിട്ടുള്ള ഗാർലിക് പറാത്തയുടെ റെസിപ്പിയാണ് കാണിച്ചു വരുന്നത്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് പ്ലീസ് കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഗാർലിക് പറാത്തയല്ലേ, അതുകൊണ്ട് തന്നെ ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം മല്ലിയില. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇളക്കിയെടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതാ നമ്മൾ നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിക്കുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് തന്നെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ദോശ പാൻ ഒന്ന് ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു മീഡിയം ചൂടിലാണ് വെക്കേണ്ടത്, തീ വല്ലാതെ കൂട്ടിയിടരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് പരത്തി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ കുറച്ചിടേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നെയ്യൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യോ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നെയ്യൊന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് ഇനി നമ്മളിത് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി തീ കുറച്ചിടേണ്ട കാര്യമില്ല. ഞാനിട്ടിരിക്കുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്. 2 സൈഡിലും നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നെയ്യോ അപ്ലൈ ചെയ്ത ശേഷം തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ. ഇതിന് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് പതുക്കെ ഇതിൻ്റെ സൈഡുകളൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ തിരിച്ച് മറിച്ചെല്ലാം ഇട്ടിട്ട് നമ്മുടെ പറാത്ത നന്നായിട്ട് തന്നെ മുരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അടിപൊളിയായിട്ടില്ലേ? കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളില്ലെങ്കിൽ പോലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗാർലിക് പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഗാർലിക് പറാത്തയാണ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ഒരു ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ ചോദിക്കുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി വേഗം വരാം. താങ്ക് യു.